അള്ളാഹു എന്നെ ജനിപ്പിച്ച ശൈലിയിൽ നീ നിലനിൽക്കലാണ്. അതിനാണ് ഇസ്ലാം എന്ന് പറയുക. ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹു ഒരിക്കലും മാറ്റപ്പെടുത്തുകയില്ല, നീയായി മാറ്റപ്പെടുത്തരുത്. ദാലിക ദീനുൽ ഖയ്യിം, നിന്നെ ജനിപ്പിച്ച ശൈലിയിലും നിന്നെ ജനിപ്പിച്ച രക്തത്തിലും നീ തുടർന്നു പോരലാണ് ദീനുൽ ഇസ്ലാം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിന്റെ 30-ാമത്തെ വചനം. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലും ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്നൊരാൾ വിളിച്ചു പറഞ്ഞാൽ, അതവന്റെ നേതാവ് പറഞ്ഞാലും വേണ്ടില്ല, അതവന്റെ നേതാവ് പറയിപ്പിച്ചാലും വേണ്ടില്ല, അവൻ കാഫിറാകും. വളരെ ചിന്തിക്കണം. ഈ നേതാക്കളാരും, നമ്മളെ കാഫിറാക്കുന്ന നേതാക്കളാരും അള്ളാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നമ്മളെ കൂടെ ഉണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം നാം ചിന്തിക്കണം. വഖാല ശൈത്വാനു ലമ്മാ ഖുളിയൽ അംറു, പിശാച് ഒരായത്തുണ്ട് സൂറത്തുർ റഅദിൽ പറഞ്ഞിട്ടുള്ളത്. പിശാച് ഒരു വാക്ക് പറയുന്നുണ്ട്. എനിക്ക് പിശാചിന്റെ വാക്കിൽ ജീവിതത്തിൽ ഒരു കൗതുകം തോന്നിയത് ആ റഅദിലായത്ത. പിശാച് പറയുന്നുണ്ട്, കോടതി പിരിയുമ്പോ പിശാച് പറയും, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖി വവഅദതുക്കും ഫഅഖ്ലഫ്തുക്കും, അള്ളാഹു പറഞ്ഞത് അള്ളാഹു കൊടുത്തു, ഞാൻ മുമ്പേ വാക്ക് പാലിക്കാത്ത ആളാണ്. മനസ്സിലായില്ല? പിശാച് ഇന്നല്ലാഹ വഅദക്കും വഖാല ശൈത്താനു, പിശാച് പറയും ലമ്മാ ഖുളിയൽ അംറു, കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മഹ്ശറ പിരിയുമ്പോൾ ആളുകളോട് കളയും, എന്റെ ശൈത്താനെ നീയല്ലടാ ഞങ്ങളെയൊക്കെ പിഴപ്പിച്ചതെന്ന് പറയും. അപ്പൊ പിശാച് പറയും, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖി, അള്ളാഹു തആല പറഞ്ഞ അള്ളാഹു കൊടുത്തു, വഅദതുക്കും ഫഅഖ്ലഫ്തുക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കരാർ ഞാൻ ലംഘിച്ചു. ഇന്നെപ്പറ്റി നിങ്ങൾക്കറിയില്ല, ഞാൻ മുമ്പേ കരാറ് ലംഘിക്കുന്ന ആളാണ്. നിങ്ങൾ എന്തിനാ എന്നെ പിന്നാലെ കൂടിയത്? പക്ഷേ വമാക്കാനലി അലൈക്കും മിൻ സുൽത്താനിൻ, നിങ്ങളെ ഞാൻ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോൾ നിങ്ങളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കാനുള്ള കരുത്തൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇല്ലാൻ ദഅവത്തുക്കും, ഞാൻ നിങ്ങളെ വിളിച്ചു എന്ന് മാത്രം. ഫസ്തജബതും ലീ, ഞാൻ വിളിക്കണോടുകൂടെ നിങ്ങൾ എന്തിനാ ഓടി വന്നത്? ഓടി വരാത്ത ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് ആളുകൾ സ്വർഗത്തിലേക്ക് കട പോകുന്നു. അതുകൊണ്ട് ഫലാ തലൂമൂനി, ആരും എന്നെ കുറ്റപ്പെടുത്തണ്ട, വലൂമു അൻഫുസക്കും, സ്വയം കുറ്റപ്പെടുത്തിക്കൊള്ളുക. എനിക്ക് പിശാചിന്റെ വാക്കിൽ ജീവിതത്തിലൊരു കൗതുകം തോന്നുന്ന വാക്ക് ആ വാക്കാ, വല്ലാത്ത വാക്കാ. പിശാച് പറയും, നിങ്ങൾ സൂറത്തുർ റഅദ് അല്ലാഹു പറയും, എന്നാരും തൊട്ട് കളിക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളെ ഇനി ഇന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കും കഴിയില്ല, നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. 50-50, നമ്മൾ രണ്ടു കൂട്ടരും യാള്ള ഒറ്റക്ക് പോവാം, കൂട്ടായിട്ടാണ് പോവാം എന്ന് പറയും. എന്നാ പറയാം, വലാത്തലൂമുനി, ഇന്നാരും ആക്ഷേപിക്കണ്ട, വലൂമു അൻഫുസക്കും, നിങ്ങൾ സ്വയം ആക്ഷേപിച്ചു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. വളരെ ചിന്തിക്കണം. ഇതൊക്കെ മനുഷ്യൻ അള്ളാഹു ബുദ്ധിയുടെ ശാസ്ത്രമാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ബോധം ഉണ്ടാവണം. ചെറുപ്പക്കാരി തിന്മയുടെ പിന്നാലെ പോകരുത്. അള്ളാഹു നമുക്കൊക്കെ ബോധം തരട്ടെ. ആരാണെങ്കിലും ഞാൻ വിശദീകരിക്കണില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള കാവ്യങ്ങൾ, ഇങ്ങനെയുള്ള രീതികൾ, അതിന് നോവലാണെങ്കിലും വേണ്ടില്ല, ലോക ചരിത്രത്തിൽ ഇക്കാലം വരെ പ്രചരിച്ച നോവലിന്റെ ബേസ് എന്താ? ഇക്കാലം വരെ പ്രചരിച്ച നോവലുകൾ ആരാണെങ്കിലും ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ ആരുടെ പിന്നാലെയാ? ക്ലിയോപാട്ര എന്ന തവിട്ട് നിറത്തുകാരി പെണ്ണിന്റെ പിന്നാലെയാണ് ജൂലിയസ് സീസർ സഞ്ചരിക്കുക. ഈ ക്ലിയോപാട്രയെ കാമിച്ചിട്ട് എത്ര നൂറ്റാണ്ടുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഷേക്സ്പിയർ അല്ലേ ഇതിന് കാരണക്കാരൻ? ലോക ക്ലാസിക്കാണത്. ലോക ക്ലാസിക്കായ ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ, അല്ലെങ്കിൽ ഡെസ്റ്റിമോണയുടെ കഥ പറയുന്ന ഒഥല്ലോ ആരാണെങ്കിലും, അല്ലെങ്കിൽ ദസ്തയേവ്സ്കിയുടെ ചൂതാട്ടക്കാരൻ, നിങ്ങൾ ഏതുമെടുത്ത് പരിശോധിച്ച് നോക്കൂ. ലോകത്തെ ഏറ്റവും നമ്പർ 1 ക്ലാസിക്കിന്റെ ഉടമയാണ് ഗദേ മോപ്പസാങ്. എനിക്ക് ഗദേ മോപ്പസാങ്ങിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നൊരു ചിത്രം, 2 പെൺകുട്ടികളെ നടുവിൽ ഇങ്ങനെ നിൽക്കുക ഈ മനുഷ്യൻ. എന്നിട്ട് പാരീസിലെ ഒരു തടാകത്തിന്റെ മുന്നിൽ നിന്നിട്ട് കുറെ വെള്ളാരം കല്ല് വാരിയിട്ട് ഇങ്ങനെ വെള്ളാരം കല്ല് ഈ 2 പെൺകുട്ടികളെ തോളിൽ പിടിച്ചിട്ട്, 2 വേശ്യകളുടെ തോളിൽ പിടിച്ചിട്ട് ഗഡേ മോപ്പസാങ് ഈ വെള്ളാരം കല്ല് ഇങ്ങനെ തടാകത്തിലേക്ക് എറിയുമ്പോൾ പറയുന്നുണ്ട്, അടുത്ത ജന്മത്തിൽ അടുത്ത മഴ പെയ്യുമ്പോൾ ഈ മോപ്പസാങ് പോയാലും മറ്റു മോപ്പസാങ്ങുമാർ ഈ വെള്ളത്തിൽ നിന്ന്, ഈ വെള്ളാരം കല്ലിൽ നിന്ന് ഉദയം കൊള്ളുമെന്ന് പറയുന്ന സംഭവം സ്റ്റോറി ഓഫ് സാൻ മിഷനിൽ എക്സൽ മന്ദേ പറയുന്നു. എനിക്ക് ഗദേ മോപ്പസാങ്ങിനെ പറ്റി പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ലോക ക്ലാസിക്കുകൾ ഏതെടുത്ത് പരിശോധിച്ച് നോക്കൂ. എന്താ ഹോമറുടെ ഇലിയഡ്? വൃത്തികെട്ട തമ്മാടിത്തരം. ഞാനൊരു 10 കൊല്ലം മുമ്പ് ഇലിയഡ് വായിച്ചു. വൃത്തികെട്ട തമ്മാടിത്തരം. അക്കാലത്ത് ഞാൻ ആ വായിച്ച അശ്ലീലം ഇപ്പോഴും എൻ്റെ നാവൊന്നും പോയിട്ടില്ല. 10 കൊല്ലം മുമ്പ് ഞാൻ ഇലിയഡ് വായിച്ചു. വൃത്തികെട്ട, നൂറ്റാണ്ടുകളോളം ഇത് റോമക്കാര്, ഇറ്റലിക്കാര് നൂറ്റാണ്ടുകളോളം നെഞ്ചിൽ പേറി നടന്നിരുന്ന ഏതാണ് ഇവിടെ ഏതാ ഈ സാംസ്കാരിക നോവൽ എന്ന് പറയുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക നോവലിസ്റ്റ് ആരായിരുന്നു? OV വിജയൻ. എന്താണ്
50 കൊല്ലത്തിനിടയിൽ മലയാളത്തിന്റെ ചരിത്രം മാറ്റിയെന്ന് പറഞ്ഞു. ഇവിടെ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ DC ബുക്സിൽ പോയാൽ കാണാൻ കഴിയും ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ പുറംചട്ടയിൽ കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലെ സാഹിത്യങ്ങളെ നിരൂപിക്കാമെങ്കിൽ അതിലൊരു വരക്കാവുന്നെങ്കിൽ ആ ഖസാക്കിന്റെ ഇതിഹാസത്തിന് മുമ്പും പിമ്പും എന്നാണ് പറയേണ്ടത്. ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിയത് കുരിശ് സംഭവമാണെങ്കിൽ അതുപോലെ മലയാളത്തിന്റെ ഗതി മാറ്റിയത് ഈ ഖസാക്കിന്റെ ഇതിഹാസമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥ? അച്ഛന്റെ ഭാര്യ അഥവാ ഇളയമ്മയെ അച്ഛനറിയാതെ പ്രാപിക്കുന്ന അഗമഗമനത്തിന്റെ വൃത്തികെട്ട കഥയാണ് അത്. ഞാൻ വിശദീകരിക്കണില്ല, റമളാനാണ്, മഹാന്മാരൊക്കെ ഇരിക്കുന്നത് സദസ്സുമാണ്, വിശദീകരിക്കുന്നത്. എന്താണത്? ആരെ കഥ? എന്താ MTയുടെ അസുരവിത്ത്, MTയുടെ കാലം, എന്തൊക്കെയുള്ള അർത്ഥം? തമ്മാടിത്തരങ്ങളുടെ കൂത്തരങ്ങ്. എന്താ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ, എന്താണ് കയർ ചെമ്മീൻ, എന്തൊക്കെയാ? കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും പാട്ടുപാടിയിട്ട് മലയാളികൾ നാവ് തേഞ്ഞിട്ടുണ്ട്. തമ്മാടിത്തരത്തിന്റെ വസ്ത്രാക്ഷേപമാണ്. ഇതൊക്കെ എന്ത് ആവിഷ്കാരമാണ്? അക്കാലഘട്ടത്തിൽ എന്താണ് ചെമ്മീനിലെ പ്രധാനപ്പെട്ട കഥ? എന്താ? ഒരു കരിക്കുട്ടിയും കറുത്തമ്മയും കൂടി പ്രേമിക്കുക, എന്നിട്ട് അവർ രണ്ടാളും ആത്മഹത്യ ചെയ്ത് കടൽ മുനമ്പിൽ കിടക്കുന്ന ചിത്ര. ഇത് പതിറ്റാണ്ടുകളോളം ഇങ്ങനെ പരസ്പരം പ്രേമിച്ച മലയാളി യുവാക്കളെ ആത്മഹത്യ ചെയ്യിപ്പിച്ചില്ല ഈ കേരളത്തിൽ. എന്ത് നേട്ടമാണ് ഇവർക്കാണ് നമ്മൾ ജ്ഞാനപീഠം നൽകിയിട്ടുള്ളത്? ഒന്ന് എണീറ്റ് നിൽക്കണമെങ്കിൽ 4 ഗ്ലാസ് കള്ള് കുടിക്കാതെ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ഇമ്മണി വലിയ സാഹിത്യ നായകന്മാരായ ഇമ്മണി വലിയ ജ്ഞാനപീഠം ജേതാക്കളുടെ നാടാണ് കോഴിക്കോട്. ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കണില്ല. ജ്ഞാനപീഠം ജേതാക്കന്മാർ എണീറ്റ് കിടക്കി കള്ളു കുടിക്കണം. 4 ഗ്ലാസ് കള്ളു കുടിച്ചാലേ മര്യാദയ്ക്ക് എണീക്കാൻ കഴിയുള്ളൂ. കോഴിക്കോട്, ഈ കോഴിക്കോട്ടുണ്ടല്ലോ ജ്ഞാനപീഠ നേതാക്കന്മാർ. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ എല്ലാവരും ചിന്തിക്കണം ഈ കാര്യം. കവികളും സാഹിത്യകാരന്മാരും അവർക്കില്ലാത്ത ഒരു നന്മ എങ്ങനെ സമൂഹത്തിന് പഠിപ്പിക്കാൻ അവർക്ക് കഴിയും? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ദീൻ. ഞാൻ ആരെയും വില കുറക്കുകയല്ല, പക്ഷേ താങ്കളിലേക്ക് ഒന്ന് മടങ്ങിപ്പോകുന്നത് നന്നായിരിക്കും. ഇന്നത്തെ ആധുനിക കലകളിൽ നിന്നും ആധുനിക സാഹിത്യങ്ങളിൽ നിന്നും ഒന്നും നേടാൻ നമുക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. പെങ്കിൻ പ്രസിദ്ധീകരിച്ചതാ മലയാളത്തിലെ പ്രധാനപ്പെട്ട നോവലായ ധർമ്മപുരാണം. അടിയന്തരാവസ്ഥയുടെ കഥയുടെ തുടക്കം തന്നെ എങ്ങനെയാ? ധർമ്മപുരിയിൽ ശാന്തിഗ്രാമത്തിൽ പ്രജാപതിക്ക് തൂറാൻ മുട്ടി എന്ന ആദ്യത്തെ വാക്ക്, ഫസ്റ്റ് സെന്റൻസ് അതാ. പെൻകിനെ പ്രസിദ്ധീകരിച്ചത് ധർമ്മപുരാണം, OV വിജയന്റെ ധർമ്മപുരാണം. എന്നാൽ വ്യത്യസ്തനാ. കാളിദാസിന് ശേഷം ഇന്ത്യ കണ്ട ജീനിയസ് എന്ന പിശുക്കനായ M. കൃഷ്ണൻ നായർ വരെ അയാളെ പറ്റി പറഞ്ഞത്. അയാളെ കഥ എന്താ? ഒന്നാമത്തെ വാക്കാ ധർമ്മപുരാണത്തിലെ ഫസ്റ്റ് സെന്റൻസ് ആണിത്. ധർമ്മപുരിയിൽ ശാന്തിഗ്രാമത്തിൽ പ്രജാപതിക്ക് തൂറാൻ മുട്ടി എന്നാണ് ആദ്യത്തെ വാക്ക്. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഈ നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള തമ്മാടിത്തരത്തിന്റെയും, അത് കാനമാണെങ്കിലും മൊയ്തൂപ്പടിയത്താണെങ്കിലും അല്ലെങ്കിൽ മുട്ടത്ത് വർക്കിയാണെങ്കിലും ജോൺ ആലുങ്കലാണെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിലെ മംഗമാരുടെയൊക്കെ അവരുടെയൊക്കെ കിടപ്പറകളെ മനോഹരമാക്കിയ ആളുകളെ പേരാണ് ഇവിടെ. റളിയല്ലാഹു അൻഹു, ബദരീങ്ങളെ പേര് പറഞ്ഞാൽ വരെ റളിയല്ലാഹു അൻഹു എന്ന് പറയാത്ത മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മാപ്പിള പെണ്ണുങ്ങൾ ഇവരെ പേര് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു എനിക്ക് തോന്നുക. കാരണം അവരെയൊക്കെ കിടപ്പറ, ഈ ദൃശ്യമാധ്യമങ്ങൾ രംഗം കൈയടക്കുന്നത് വരെ ഇവരെയൊക്കെ കിടപ്പറകളെ സജീവമാക്കിയ നോവലിസ്റ്റുകാരായിരുന്നു. ആരാണെങ്കിലും ഏതാണെങ്കിലും സാഹിത്യ നായകന്മാർ പലരുണ്ടല്ലോ ഇവിടെ. പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ആരാണെങ്കിലും ആരെ പരിശോധിച്ച് നോക്കൂ. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ അതാരാണെങ്കിലും മുസ്ലിം നാമധാരികളാകട്ടെ അല്ലാത്തവരാകട്ടെ, വസ്ത്രാക്ഷേപത്തിന്റെയും തിന്മയുടെയും തമ്മാടിത്തരത്തിന്റെയും കഥകളാണ് അവർ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അപ്പൊ ചുരുക്കത്തിൽ ഈ പിശാചുക്കളായിരുന്നില്ലേ സത്യത്തിൽ നമ്മളെ കിടപ്പറകളെ സജീവമാക്കിയിരുന്നത്? അങ്ങനെയുള്ള ഇതില്ലാത്ത മലപ്പുറത്തൊരു പെണ്ണ് ഉപ്പും മുളകും വാങ്ങാൻ പോയ കുട്ടിയോട് ഒരു പൈങ്കിളി നോവൽ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി അന്നിറങ്ങിയ ഏതുപോലെ പല ജാതി വാരികകളുണ്ടല്ലോ. ഈ പൈങ്കിളി ചില വാരികളുടെ മാറ്റം തന്നെ 15-18 തുടർക്കഥയാണ്, തുടർ നോവല്. എല്ലാ തുടർ നോവലും ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ കൊണ്ടുപോയാണ് അങ്ങോട്ട് നിർത്തുക. ഏതോ ഒരുത്തൻ വന്നിട്ട് ഒരുത്തിയുടെ റൂമിൽ കയറി വാതിലടച്ചു എന്നിരിക്കും മിക്കവാറും ഒക്കെ എല്ലാ. പിന്നെന്താണ്? പിന്നെ അടുത്ത വഴി ആ വാതിൽ തുറന്നോ പുറത്തു പോയി എന്നുണ്ടാവും. ഇനിയിപ്പോൾ അടുത്ത വാതിൽ എപ്പോഴാണ് അടക്കാന്നാ പിന്നെ ചിന്തിക്കണത്.
പിന്നെ ഈ ഒരാഴ്ച വാതിൽ അടക്കുന്ന കാര്യം ആലോചിച്ചിട്ട് പിന്നെ എന്തൊക്കെയാണ് ഒരാഴ്ച കഴിഞ്ഞല്ലോ, എന്തെന്നിപ്പോൾ ആ വാതിലിനുള്ളിൽ നടന്നിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചിട്ട് ഈ നമ്മളെ ആരെന്നറിയോ, നമ്മളെ അൽ മർഅത്തു സ്വാലിഹാന്ന് വിചാരിക്കണ നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളെ കഥയാ പറയണത്. ഈ പെണ്ണുങ്ങൾ പോലും ഉപ്പും മുളകും വരാൻ അയച്ച കുട്ടി ഈ നോവൽ വാങ്ങിക്കൊണ്ടുവന്നില്ല എന്നതിൻ്റെ പേരിൽ വീട്ടിൻ്റെ മുന്നിലുള്ള തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ച ഒരു സംഭവം ഒരിക്കൽ